വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാൻ യോഗ്യതയുണ്ടെന്ന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിധിച്ചു. ഇതിൽ എന്താണ് ഇത്ര പുതുമ എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരു വിധിയാണ് നേരത്തെ ഈ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ മാറ്റിയെഴുതിയത്. 1986 വിഖ്യാതമായ ഷാബാനു കേസിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷാബാനു ബീഗത്തിൻ്റെ കേസ് ആ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ക്രിമിനൽ നടപടി നിയമത്തിലെ 125 വകുപ്പ് പ്രകാരം വിവാഹമോചിതയായ സ്ത്രീക്കും ഭർത്താവിൽ നിന്ന്, അതായത് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ട്. അവർ മരിക്കുന്നവരെ, അതല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യുന്നവരെ ചെലവിന് കിട്ടാനുള്ള അർഹതയുണ്ട്. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. ആ കേസിലെ എതിർകക്ഷിയായിരുന്ന, അല്ലെങ്കിൽ കേസിലെ അപ്പീൽ വാദിയായിരുന്ന ഒരു അഭിഭാഷകൻ, അയാളാണ് ഷാബാനു ബീഗത്തിൻ്റെ ഭർത്താവ്. അദ്ദേഹം വാദിച്ചത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി നിയമമാണ് ബാധകമായിട്ടുള്ളത്. അത് പ്രകാരം വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇദ്ദ കാലഘട്ടത്തിൽ വിവാഹമോചനം മുതൽക്ക് 3 മാസത്തേക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയെ ഭർത്താവിനോടും 125 വകുപ്പ് പ്രകാരമുള്ള അധിക ബാധ്യത വഹിക്കാൻ താൻ സന്നദ്ധനല്ല, തനിക്കതിന് ബാധ്യതയുമില്ല എന്നാണ്. ആ വാദം മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചില്ല, ജില്ലാ കോടതി അംഗീകരിച്ചില്ല, ഹൈക്കോടതിയും അംഗീകരിച്ചില്ല, ഒടുവിൽ സുപ്രീം കോടതിയും അംഗീകരിച്ചില്ല. സുപ്രീം കോടതി ഖുറാനിലെ പ്രസക്തമായ ആയത്തുകളൊക്കെ പരിശോധിച്ച് ഖുറാൻ പ്രകാരവും ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഫൈൻഡിങ്ങിലെത്തി. അത് രാജ്യത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കി വലിയ കലാപം അഴിച്ചുവിട്ടു. ഈ നിയമം ഇപ്പോൾ തന്നെ മാറ്റണം എന്ന് അന്ന് ലീഗ് നേതാക്കളായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടും GF ബനാത്ത് വാലയൊക്കെ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു. സയ്യിദ് ഷഹാബുദ്ദീൻ ആവശ്യപ്പെട്ടു. മറ്റ് പല നേതാക്കന്മാരും മതസംഘടനകളും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കലാപ സദൃശമായ അന്തരീക്ഷം ഉണ്ടാക്കി. മറുഭാഗത്ത് ഇങ്ങനെ നിയമം മാറ്റാൻ പാടില്ല എന്ന് പുരോഗമന ചിന്താഗതിക്കാർ ആവശ്യപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ കേരള ഗവർണറായിട്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് ഖാൻ അന്ന് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയാണ്. അപ്പോൾ ഒരു സഹമന്ത്രി അടക്കം ആവശ്യപ്പെടുന്നു. പിന്നെ യശശരീരനായ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ഈ അഭിപ്രായക്കാരനായിരുന്നു. സാഹിത്യകാരന്മാരായ വൈക്കം മുഹമ്മദ് ബഷീർ, NP മുഹമ്മദ്, ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട MN കാരശ്ശേരി, ഹമീദ് ചേന്നമംഗലൂർ, ഇവരൊക്കെ ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നു. അതുപോലെ EMS നമ്പൂതിരിപ്പാട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നയനാർ, ഇവരൊക്കെ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞത് ഏക സിവിൽ കോഡ് ഉടനെ പാസ്സാക്കണം എന്നാണ്. CPM CPI ഒക്കെ ആവശ്യപ്പെട്ടു. ഇങ്ങനെ മതനിയമങ്ങൾ ഇപ്പോഴും തുടരുന്നത് രാജ്യത്തിന് ഗുണകരമല്ല. 125 വകുപ്പ് പ്രകാരം സ്ത്രീകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അങ്ങനെ തത്വാധിഷ്ഠിത നിലപാട് ഇടതുപക്ഷ പാർട്ടികൾ എടുത്തപ്പോൾ BJP അടക്കമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾ അവർ ഇതേ വിഷയം തന്നെ മറ്റൊരു തരത്തിലാണ് അതിനെ സമീപിച്ചത്. അവർ പറഞ്ഞു, ഈ മതമൗലികവാദികൾക്കും വർഗീയവാദികൾക്കും കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല, അത് രാജ്യത്ത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്നാണ്. പക്ഷേ പാവം രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയം കുറവായിരുന്നു. അദ്ദേഹത്തിന് ഇത് അവഗണിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പുതിയ നിയമം ഉണ്ടാക്കി. അതാണ് വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം. ആ നിയമപ്രകാരം ഭർത്താവ് മാസാമാസം ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് വിവാഹമോചനം നേടുമ്പോൾ ഒരു വലിയ സംഖ്യ ഒറ്റയടിക്ക് കൊടുത്താൽ മതി. അങ്ങനെ ആ നിയമം പാസ്സായി. ആ നിയമം തന്നെ സ്ത്രീകൾക്കെതിരാണ്, അത് ദോഷകരമാണ് എന്നാണ് BJP മറ്റുമൊക്കെ വാദിച്ചത്. CPM അങ്ങനെയാണ് വാദിച്ചത്. പക്ഷേ ആ നിയമം പാസ്സായി, അത് നടപ്പായി. അത് പ്രയോഗത്തിൽ വന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് അതും വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനാണെങ്കിലും MN കാരശ്ശേരി ആണെങ്കിലും ഉന്നയിച്ച വാദം തെറ്റാണ് എന്നത് തെളിയിച്ചു. പക്ഷേ അപ്പോഴും ഈ 125 വകുപ്പ് ഭേദഗതി ചെയ്യുകയോ മുസ്ലിം ഭർത്താക്കന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തില്ല. അവർക്ക് ഈ വ്യവസ്ഥ പഴയ പോലെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നീതിന്യായ തീരുമാനം ഉണ്ടായിരുന്നില്ല. ആ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എടുത്ത വിധി അനുസരിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കും മുൻ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, അവകാശമുണ്ട്. അതിനുവേണ്ടി അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ പരാതി കൊടുത്താൽ ഭർത്താവ് പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് വിധി. സത്യം പറഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷഹാബുദ്ദീനെ പോലെ, സുലൈമാൻ സെട്ടുവിനെ പോലെ,
ബനാത്ത് വാലയെ പോലുള്ളവർ അന്ന് 1986-87 കാലത്ത് പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയത്. ഈ പ്രശ്നത്തിൽ നിന്ന് മുസ്ലിം പുരുഷന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ഗാന്ധി നിയമം ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് അതിഭയങ്കരമായ സാമുദായ ധ്രുവീകരണം ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടാണ് 1984 2 സീറ്റിൽ ഒതുങ്ങിപ്പോയ BJP അടുത്ത തെരഞ്ഞെടുപ്പ് 88 സീറ്റിലേക്ക് വളർന്നത് ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നത്. അപ്പോൾ ഇതിനൊക്കെ വഴിമരുന്നിട്ട ഒരു വലിയ വ്യവഹാരമായിരുന്നു ഷാബാനു ബീഗത്തിൻ്റെ. അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആരാണ് ഈ വിവാദം ഉണ്ടാക്കിയത്? ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത്? ആർക്കാണ് കോട്ടമുണ്ടായത്? ആർക്കാണ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ ആളുകളെ നേതാക്കന്മാരാണ്. സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്ത നേതാക്കന്മാരാണ് സത്യത്തിൽ മുസ്ലിം സമുദായത്തെ ഇന്ന് കാണുന്ന പരിണതിയിൽ എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും ഈ വിധി ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ്. ഷാബാനു ബീഗത്തിൻ്റെ കേസിൽ സുപ്രീം കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോഴും പഴയ പോലെ തന്നെ നിയമപരമായിട്ട് സാധുവായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ഈ വിധിയുടെ അർത്ഥം. രാജീവ് ഗാന്ധി പാസ്സാക്കിയ നിയമം, വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം, ആ നിയമവും നിലനിൽക്കുന്നു. ഷാബാനു ബീഗത്തിൻ്റെ വിധിയിൽ എന്താണ് പറഞ്ഞത് അതും നിലനിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ഭർത്താക്കന്മാർക്ക് ഇപ്പോൾ കോളായി എന്ന് പറയാം. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ ഭരണാധികാരികൾ ആ ദീർഘവീക്ഷണം ഇല്ലാതെ ഓരോ നിയമങ്ങൾ പാസ്സാക്കിയാൽ ഉണ്ടാകുന്ന ഒരു വലിയ അബദ്ധം, ഒരു വലിയ അപകടം എന്ന് മാത്രം പറയുന്നു. സമുദായ നേതൃത്വങ്ങളും ഈ വക കാര്യങ്ങളിൽ കുറച്ചുകൂടി പക്വത കാണിക്കട്ടെ. ഇതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഈ വിധി വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ പറയുന്നില്ല. കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.